വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ മൂവി ആ ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം കിടിലനായിട്ട് എടുത്തു വെച്ച ഒരു ഐറ്റം ആയിരുന്നു, അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇപ്പോഴും ഇത്രത്തോളം ഒരു ഫാൻ ഫോളോയിങ് ഉള്ളത് എന്നുള്ളത്. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് പൾപ്പ് ഫിക്ഷൻ. 1994 ക്വന്റിൻ ടറാന്റിനോന്റെ ഡയറക്ഷനിൽ പുറത്തു വന്ന ഈ സിനിമ ഇപ്പോൾ കാണുമ്പോൾ അത് നമ്മൾ പലപ്പോഴും നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റോറി നരേഷൻ, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ വൈസ് ആയിട്ട് ഒരു സിനിമയിലത്തെ കഥകളെ കൊണ്ട് പ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ തന്നെ കൊണ്ടുവന്ന ഒരു മൂവി, അല്ലെങ്കിൽ ആ ഒരു ഐഡിയനെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു മൂവി എന്നുള്ള രീതിയിൽ ഒരുപാട് തരത്തിലുള്ള റെഫറൻസുകൾ നമുക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെഫറൻസ് ബുക്കായിട്ട് എടുക്കാവുന്ന ഒരു മൂവി തന്നെയാണത്. പ്രത്യേകിച്ച് ഈ സിനിമ എങ്ങനെയാണോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതിലത്തെ ഒരു പെർട്ടിക്കുലർ റോളിന് വേണ്ടിയിട്ട് ബ്രൂസ് വില്ലിസ് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തൻ്റെ യൂഷ്വൽ ആയിട്ടുള്ള സാലറിയിൽ ഒരു കട്ട് വരുത്തിയിട്ടാണ് ഇദ്ദേഹം ഈ സിനിമയിലേക്ക് വന്നത്. കാരണം അത്ര വലിയ സാലറി ഒന്നും ഡിമാൻഡ് ചെയ്യാതെ ഈ ഒരു സ്ക്രീൻ പ്ലേ അദ്ദേഹത്തിന് അത്രത്തോളം ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം അദ്ദേഹം ഈ സിനിമയിലേക്ക് എൻ്റർ ആയിട്ടുള്ള കഥകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ സിനിമ അത്രത്തോളം ഈ ക്യാരക്ടേഴ്സ് ചെയ്ത ആക്ടേഴ്സിന് എത്രത്തോളം ഫേവറേറ്റ് ആയിരുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് സാമുവൽ ജാക്സന്റെ ആ ഒരു ഡയലോഗൊക്കെയുള്ള ഇസക്കിയലിന്റെ ആ ഒരു ഡയലോഗ് പറയുന്ന സീനുകളൊക്കെ ഇപ്പോഴും അതേ പലയിടത്തും നമ്മൾ കാണാറുണ്ട്, ഡയലോഗ്സ് റീൽസ് ആയിട്ടും ഒക്കെ. അങ്ങനെ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് രംഗങ്ങളും അല്ലെങ്കിൽ ഓരോരോ ആൾക്കാരുടെ പെർഫോമൻസുകൾ കൊണ്ടും സ്കോർ ചെയ്ത ഒരു കംപ്ലീറ്റ് പാക്ഡ് മൂവി എക്സ്പീരിയൻസ്, ഒരു മസ്റ്റ് വാച്ച് മൂവി എക്സ്പീരിയൻസ് തന്നെയാണ് പൾപ്പ് ഫിക്ഷൻ. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഈ പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകൾ? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തതാണെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാം. ഇറ്റ് ഈസ് എ പ്യുവർ ജെം.